ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ടി എസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന ടൈം പാസിൻ്റെ അഡ്വർടൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ അതെന്തിനു വേണ്ടിയാണ്, അതുപോലെ തന്നെ ആ അഡ്വർടൈസ് ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് നേടാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടൈം ബാക്സിൻ്റെ പേജ് വന്നു കഴിയുമ്പം ഇവിടെ അഡ്വർടൈസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഏണിൻ്റെ തൊട്ട് അടുത്തായിട്ട് അഡ്വർടൈസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യാത്ത ഇവിടെ കാണാൻ സാധിക്കുന്ന ടാസ്ക്, ക്ലിക്സ്, ഫണ്ട്സ് 3 ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന ടാസ്ക്, നിങ്ങൾക്ക് ഇപ്പോൾ നമുക്കറിയാമല്ലോ $250 ടാസ്ക് ഡെയിലി ഉള്ളത്, അതുപോലത്തെ ടാസ്ക്. ക്ലിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് കണ്ടൻറ്റ് കിട്ടുന്ന അത് ക്ലിക്ക് തന്നെയാണ്. 30 സെക്കൻഡ് വാച്ച് ചെയ്യുന്ന, 60 സെക്കൻഡ് വാച്ച് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ടാസ്ക് ആണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് കണ്ടോ, ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു ടാസ്ക്കാണ്. ടാസ്ക് പറഞ്ഞാൽ സ്റ്റാർ ക്ലിക്ക്, എൻ്റെ സ്റ്റാർ ക്ലിക്ക് അക്കൗണ്ടിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. റെഫറൽ ലിങ്ക് എല്ലാം വെച്ചിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുന്നത് വഴി പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫറൽ കമ്മീഷൻ കിട്ടും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റാർ ക്ലിക്കിൻ്റെ ആരെങ്കിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ റെഫറൽ ലിങ്ക് വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 8 സെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് 3 സെൻറ്റോ അല്ലെങ്കിൽ 4 സെൻറ്റോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് അതിൻ്റെ ഡബിളായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് സൈനപ്പ് ബോണസ് കിട്ടുന്ന സൈറ്റുകൾ വേണം ചെയ്യാൻ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ടൈം ബസിന് നമുക്ക് നോക്കാം. ടൈം ബസിനെ ആണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് നമ്മുടെ റെഫറൽ ID വെരിഫിക്കേഷൻ ചെയ്താലാണ് നമുക്ക് $1 കിട്ടുകയുള്ളൂ. അപ്പോൾ അതുപോലത്തെ സൈറ്റ് നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത്. അതുപോലത്തെ സൈറ്റ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇതൊന്നും ആരും വർക്ക് ചെയ്യത്തില്ല. ടൈം ബസ്സിൽ വന്ന് ജസ്റ്റ് ടാസ്ക് ചെയ്യും, ടാസ്ക് ചെയ്ത ശേഷം പിന്നെ അവരതിനകത്ത് വർക്ക് ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് സ്റ്റാർ ക്ലിക്ക് പോലെ അതുപോലെ നമുക്ക് സൈനപ്പ് ബോണസ് കിട്ടുന്ന ഇതിനകത്ത് മാത്രം നിങ്ങൾ റെഫറൽ ലിങ്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ക്യാമ്പയിൻ തുടങ്ങാൻ വേണ്ടി $5 മിനിമം നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുവേണ്ടി ഇവിടെ ഫണ്ട്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫണ്ട്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാത്ത ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ എന്തുമാത്രം ഫണ്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം ഡെയിലി ലിമിറ്റ് സ്പെൻഡ് ഒക്കെ ചെയ്യാന്നുള്ളത്. അതിൻ്റെ താഴെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫണ്ട് ആഡ് ചെയ്യാനുള്ള മെത്തേഡ്. ഫണ്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷന് താഴോട്ട് നമ്മൾ വരാൻ നേരത്ത് ഇവിടെ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്ര രൂപ നമ്മൾ ഇതിനകത്ത് ഫണ്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ഇത്ര ബോണസ് കിട്ടുന്നതായിരിക്കും ഉള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് നോക്കുവാണെങ്കിൽ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ATM വഴി, അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ പേ വഴി, ബാങ്ക് ട്രാൻസ്ഫർ വഴി, ലൈറ്റ് കോയിൻ വഴിയൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ നമുക്ക് ടൈം പാസ് വാലറ്റ് വഴി ചെയ്യാമായിരുന്നു. ഇപ്പോൾ അത് നിലവിലില്ല. ടൈം പാസ് വാലറ്റ് വഴി ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഓപ്ഷൻ ATM അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴി നമുക്ക് ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം ക്രിയേറ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ഇതൊക്കെയാണെങ്കിൽ പുതിയ ക്യാമ്പയിൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ക്യാമ്പയിൻ തന്നെ കാണിക്കുവാണ്. ഇപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കുന്നതാണ് അപ്രോച്ച് നെറ്റ്വർക്ക് സൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, ടൈം ബാക്സിൻ്റെ സെർവർ ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണുന്നത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കണ്ടിന്യൂ വീഡിയോ ഒക്കെ ഇട്ട് പോകാൻ പറ്റുള്ളൂ. 100% ജെന്യുവൻ ആയിട്ടുള്ള സൈറ്റുകളെ കുറിച്ചാണ് സാധാരണ ഇടാറ്. അതുപോലെ തന്നെ ടൈം ബാക്സിൻ്റെ സർവേനെ കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് Gmail ID അയച്ചാൽ മതി. അതിനുശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആദ്യം ഒരു ഹെഡിങ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഹെഡിങ് കൊടുക്കാം. നമുക്ക് സ്റ്റാർ ക്ലിക്ക് ചെയ്യാൻ മണി ഫ്രം സ്റ്റാർ ക്ലിക്ക് എന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഏതൊക്കെ കൺട്രിയാണ് ഇൻക്ലൂഡ്, ഏതൊക്കെ കൺട്രി, ഇപ്പോൾ പർട്ടിക്കുലറായിട്ട് ഏതെങ്കിലും കൺട്രി എന്നുള്ള ആൾക്കാർ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന കൺട്രി എന്നുള്ള ആൾക്കാർ വേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഏത് കൺട്രിയിൽ നിന്ന് വന്നാലും നമുക്ക് വിഷയമുള്ള കാര്യമല്ല, നമുക്ക് കമ്മീഷൻ കിട്ടും. അതിനുശേഷം ഓരോ രാജ്യത്തും, അതായത് ഓരോ കൺട്രിയിലും നമുക്ക് എത്ര സെൻറ്റ് വെച്ച് കൊടുക്കാമെന്നൊക്കെ ഉള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട. നോർമലായിട്ടുള്ള എത്രയാണോ അത്ര തന്നെ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. അത് കൊടുത്താൽ മതി. അല്ലാതെ ഇന്ന പർട്ടിക്കുലർ കൺട്രിയിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇത്ര രൂപ കൂടുതൽ തരുന്നൊന്നും കൊടുക്കേണ്ടതായില്ല. കാരണം സ്റ്റാർ ക്ലിക്കിലൊക്കെ പോലത്തെ സൈറ്റിലൊക്കെ ആരും ജോയിൻ ചെയ്താലും ഏത് കൺട്രിയിൽ നിന്ന് ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് 8 സെൻറ്റേ കിട്ടുള്ളൂ. അതിനുശേഷം താഴെ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇവിടെ നമുക്ക് അവർ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇത് എന്തിന്, അതായത് നിങ്ങൾ ഇപ്പം എന്താണ്, ഏതെങ്കിലും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിം പ്ലേ ചെയ്ത് ഇത്ര ലെവൽ വരെ എത്താനുള്ള ആണോ, അങ്ങനെയുള്ള ഒരു ആക്ഷൻ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ തന്നെ അതിനകത്ത് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ നോക്കുക. നിങ്ങളിപ്പോൾ ഇത് സൈനപ്പ് ആണെങ്കിൽ ജസ്റ്റ് സൈനപ്പ് എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി.
അതിനുശേഷം താഴോട്ട് വരാൻ നേരത്ത് അവർ പ്രൂഫ് അവർ ചോദിക്കുന്നുണ്ട്, എന്ത് പ്രൂഫാണ് അവർ തരേണ്ടതെന്നുള്ളത്. ഒന്നില്ലെങ്കിൽ അവർക്ക് സ്ക്രീൻഷോട്ട് മാത്രം അയക്കാം, അല്ലെങ്കിൽ അവർ ടെസ്റ്റ് അയക്കാം, അല്ലെങ്കിൽ രണ്ടും അയക്കാം. അതായത് അവർ കംപ്ലീറ്റ് ആക്കിയ, ഇപ്പം സ്റ്റാർ ക്ലിക്കിൻ്റെ ആണെങ്കിൽ അവർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള അതിൻ്റെ സ്ക്രീൻഷോട്ടും അവരുടെ ഐഡിയും അവരുടെ യൂസർ ഐഡിയും അത് നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. എപ്പോഴും രണ്ടെണ്ണം മേടിക്കുന്നതായിരിക്കും നല്ല, സ്ക്രീൻഷോട്ട് മാത്രമല്ല രണ്ടും മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ യൂട്യൂബ് ചാനലിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് വാച്ച് ടൈം ആണെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് മേടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ രണ്ടെണ്ണമുള്ള ബോത്ത് എന്നുള്ള ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് ഇവിടെ താഴോട്ട് വരാൻ നേരത്ത് ഇവിടെ ഓപ്ഷനുണ്ട്. അതായത് നമുക്ക് ടൈം എടുക്കാം, അതായത് ഇത്ര ടൈമിനുള്ളിൽ അതായത് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ചിലതൊക്കെ ഇപ്പോൾ വെബ്സൈറ്റ് സൈനപ്പ് ഒക്കെ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റാർ ക്ലിക്ക് ആണെങ്കിൽ പോലും വെബ്സൈറ്റ് സൈനപ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് എങ്ങനെ പോയാലും 1 മിനിറ്റിന് മുകളിലെടുക്കും, അതിന് മുമ്പാകത്തില്ല. അപ്പോഴത്തേക്കും നമ്മൾ ആ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. 1 മിനിറ്റിന് മുമ്പ് ആർക്കും സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിടുന്നത്. 1 മിനിറ്റിന് മുമ്പ് ആരെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് കാരണം അത് റിയലായിട്ട് അവർ ചെയ്യുന്നതല്ല. അപ്പം അത് ഓട്ടോമാറ്റിക് നമുക്ക് റിവ്യൂ പോലും ചെയ്യേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് റിജക്റ്റ് ആയിക്കോളും. ടൈം ബസ് തന്നെ അത് റിജക്റ്റ് ചെയ്തോളും. അപ്പോൾ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം നിങ്ങൾക്ക് ഇപ്പം ഇതിനകത്ത് ഡേ സെലക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ സ്റ്റാർ ക്ലിക്കിൻ്റെ ഡേ നിങ്ങൾക്ക് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും, അതായത് റിവ്യൂ ആരെങ്കിലും ഇപ്പം എൻ്റെ ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ സ്റ്റാർ ക്ലിക്കിൻ്റെ ടാസ്ക് വന്നിട്ട് ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്ത ശേഷം അവരെനിക്ക് സ്ക്രീൻഷോട്ട് അയച്ച ശേഷം അത് എൻ്റെ റിവ്യൂ ടൈമാണ്. അതായത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നേരാണോ നോക്കുക, അതായത് നമ്മുടെ രജിസ്ട്രേഷൻ ആയി നമുക്ക് ആ പൈസ ക്രെഡിറ്റ് ആയി നോക്കുക. ആയെങ്കിൽ നമുക്ക് അത് അക്സെപ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ 4 ദിവസമാണ് നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിൽ ആ 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, ഇപ്പം ഉദാഹരണം പറയുവാണ്, നിങ്ങൾ വിട്ടുപോയി, നിങ്ങൾ ടൈം ബേസ് വന്ന് നോക്കിയില്ല, നിങ്ങൾ അബദ്ധവശാൽ ചെയ്തില്ലെങ്കിൽ പോലും 4 ദിവസം കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അതായത് ആ ചെയ്തവർക്ക് അവർ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ പോലും ക്രെഡിറ്റ് ആകും. കാരണം നമ്മൾ റിജക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. റിവ്യൂ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ചെക്ക് ചെയ്ത ശേഷം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം, തെറ്റായിട്ടാണ് ചെയ്തെങ്കിൽ റിജക്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ദിവസം കഴിയുമ്പം, നമ്മൾ എത്ര ദിവസമാണ് വെച്ചാൽ ആ ദിവസം കഴിയുമ്പം ഓട്ടോമാറ്റിക് പൈസ കട്ടായി അവർക്ക് പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് പിന്നെ ഈ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ സ്റ്റാർ ക്ലിക്കിൻ്റെ തന്നെയാണ്. അപ്പോൾ സ്റ്റാർ ക്ലിക്കിൻ്റെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ വേറെ ആൾക്കാർ സ്റ്റാർ ക്ലിക്കിനെ കുറിച്ച് ഇട്ട വേറെ ടാസ്കിനകത്ത് പോയി നോക്കും. സ്റ്റാർ ക്ലിക്കിനെ കുറിച്ച് ആൾക്കാർ എത്രയൊക്കെ രൂപയാണ് കൊടുക്കുന്നത്, അതുപോലെ അവരെന്താണ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് ആ ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഇതിനകത്ത് ഇട്ടാൽ മതി. അതിനുശേഷം നമ്മുടെ റെഫർ ലിങ്ക് മാത്രം ചേഞ്ച് ചെയ്യുക. നിങ്ങൾ റെഫർ ലിങ്ക് ആക്കുക. കണ്ടൻറ്റ് മാത്രം നിങ്ങളുടെ തന്നെ അവരുടെ തന്നെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ റെഫർ ലിങ്ക് നിങ്ങളുടെ ചേഞ്ച് ചെയ്തിട്ട് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുന്ന വഴി നമുക്കുള്ള ബെനിഫിറ്റ് എന്നാന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറിയൊരു എമൗണ്ട് മുടക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെയാണെങ്കിൽ ടാസ്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം കുറച്ച് പ്രശ്നമുണ്ട്, അവിടെ സെർവർ ഡൗൺ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്തുമാത്രം ടാസ്കുകളുണ്ട് സ്റ്റാർ ക്ലിക്കിൻ്റെ, എന്തുമാത്രം ഉണ്ട്, അല്ലെങ്കിൽ വേറെ പല ആപ്ലിക്കേഷൻ എന്തുമാത്രം ഉണ്ട്. കാരണം അത്യാവശ്യം പൈസ ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണം, ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യത്തില്ലെന്ന്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, ടാസ്കിൻ്റെ ഒപ്പം തന്നെ ക്ലിക്ക് എന്നുള്ള ഓപ്ഷൻ. ക്ലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ട്രാഫിക്കിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടത്, വീഡിയോ ഇഷ്ടപ്പെടുന്ന